Good morning students. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിൻകോവ്സ്കി സ്പേസ് അഥവാ 4-dimensional സ്പേസ് ടൈം കണ്ടിന്യൂം എന്ന ടോപ്പിക്കാണ്. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സിൽ ടൈം എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് ക്വാണ്ടിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതായത് ഒരു രണ്ട് ഇനേർഷ്യൽ ഫ്രെയിംസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ യൂണിഫോം റിലേറ്റീവ് മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ടൈം എന്ന് പറയുന്നതിന് ടൈമിന് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഫോർ എനി ടു ഇനേർഷ്യൽ സിസ്റ്റംസ് അല്ലേ. ഏതൊരു ഇനേർഷ്യൽ സിസ്റ്റം എടുത്താലും രണ്ട് ഇനേർഷ്യൽ സിസ്റ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, എസും എസ് ഡാഷും. അവിടുത്തെ ടൈം കോർഡിനേറ്റ് ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ അനുസരിച്ച് ടൈം ഈസ് അബ്സല്യൂട്ട് അല്ലെങ്കിൽ ടൈമിൻ്റെ മാഗ്നിറ്റ്യൂഡ് രണ്ട് ഫ്രെയിമിലും സെയിം ആണെന്നാണ് നമ്മളവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ലോറൻസ് ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ പ്രകാരം ഒരു എസ് ഡാഷ് ഫ്രെയിമിലെ ടി എന്ന് പറയുന്ന ടി ഡാഷിൻ്റെ കോർഡിനേറ്റും എസ് ഫ്രെയിമിലെ ടിയുടെ കോർഡിനേറ്റും തമ്മിൽ ഉള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി മൈനസ് വി എക്സ് ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്കറിയാവുന്ന ലോറൻസ് ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻസ് ആണ് ഈ കാണുന്നത്. അതിൽ ടി ഡാഷിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി മൈനസ് വി എക്സ് ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ പ്രകാരം സ്പേസിനെയും ടൈമിനെയും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. വി ക്യാൻ കൺസിഡർ ഇറ്റ് ടുഗദർ. ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് കൺസിഡർ ചെയ്യണം. ഇങ്ങനെ അപ്പം ഈ സ്പേസ് ടൈം ടു ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിൽ ട്രീറ്റ് ചെയ്തത്. പക്ഷേ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ അല്ലെങ്കിൽ ലോറൻസ് ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്തപ്പോൾ ടൈമിൻ്റെ ഇക്വേഷനകത്ത് സ്പേസ് കോർഡിനേറ്റ്സ് വരുന്നുണ്ട്, സ്പേസിൻ്റെ എക്സിൻ്റെ ഇക്വേഷനകത്ത് ടൈം കോർഡിനേറ്റ്സും വരുന്നുണ്ട്. സോ വി കനോട്ട് ട്രീറ്റ് സ്പേസ് ആൻഡ് ടൈം ആസ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്. വി ഷുഡ് ട്രീറ്റ് ദം ടുഗദർ. നമുക്ക് അതിനെ ഒരുമിച്ച് ട്രീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വർക്കൗട്ട് ചെയ്തത് ജിയോമെട്രിക്കലായിട്ട് വർക്കൗട്ട് ചെയ്തത് ഹെർമൻ മിൻകോവ്സ്കി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം കൊണ്ടുവന്ന സ്പേസ് ടൈം സ്പേസും ടൈമും കൂടെ ചേർന്ന 4-dimensional വേൾഡിനെ വിളിക്കുന്ന പേരാണ് മിൻകോവ്സ്കി സ്പേസ് എന്ന്. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആക്കി നോക്കാം. മിൻകോവ്സ്കി ഒരു 4-dimensional കാർട്ടീഷ്യൻ സ്പേസ് കൺസിഡർ ചെയ്തു. അതിനകത്ത് മൂന്ന് സ്പേസ് കോർഡിനേറ്റ്സ് ദാറ്റ് ഈസ് നമുക്ക് സേ എക്സ് വൈ ഇസഡ്. ഓക്കെ, മിൻകോവ്സ്കി ഒരു 4-dimensional കാർട്ടീഷ്യൻ സ്പേസ് കൺസിഡർ ചെയ്തു. ഒരു 4-dimensional സ്പേസ് കൺസിഡർ ചെയ്തു. അതിനകത്ത് 4-dimensional സ്പേസ് ആകുമ്പം അതിന് 4 കോർഡിനേറ്റ്സ് കാണും. 3 കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? പൊസിഷൻ കോർഡിനേറ്റ്സ് ആയ എക്സും വൈയും ഇസഡും ആയിരിക്കും. 4ാമത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ടൈം കോർഡിനേറ്റ് ആണ്. അപ്പം ഈ മറ്റ് 3 പൊസിഷൻ ആയതുകൊണ്ട് അതിനോട് മാച്ച് ചെയ്യുന്നതായിരിക്കണം എന്തെന്ന് പറയുന്നതും 4ാമത്തെ കോർഡിനേറ്റും. അപ്പം നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി സി ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ സി ഇസ് ഈക്വൽ ടു എക്സ് ബൈ ടി ആണെന്ന്. അതിൽ നിന്നും പൊസിഷൻ കോർഡിനേറ്റ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? സി ടി എന്ന് എഴുതാം. പൊസിഷൻ കോർഡിനേറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സി ടി എന്ന് എഴുതാം. സോ ദ 4th കോർഡിനേറ്റ് he considered as ICT. The 4th coordinate he considered as ICT. ICT ആണ് 4th coordinate ആയിട്ട് എടുത്തത്. This 4-dimensional world which is a linking together of space and time is called 4-dimensional space-time continuum. ഈ 4-dimensional വേൾഡിനെ വിളിക്കുന്ന പേരാണ് 4-dimensional space-time continuum. അപ്പം മിൻകോവ്സ്കി ഒരു 4-dimensional കാർട്ടീഷ്യൻ സ്പേസ് കൺസിഡർ ചെയ്തു. അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 3 പൊസിഷൻ കോർഡിനേറ്റായ എക്സ് വൈ ഇസഡും 4th കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ICTയെ 4th കോർഡിനേറ്റ് ആയിട്ട് എടുത്തുകൊണ്ടുള്ള സ്പേസ് ആണ് എന്തെന്ന് പറയുന്നത്? 4-dimensional സ്പേസ് ടൈം കണ്ടിന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു 4-dimensional സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം 4-dimensional സ്പേസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് 4ാമത്തെ കോർഡിനേറ്റ് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം? സ്പേസ് കോർഡിനേറ്റ് തന്നെ ആക്കാം, അല്ലെങ്കിൽ ഒരു മൊമെൻറ്റം കോർഡിനേറ്റ് ആകാം. ഓക്കെ, അപ്പോൾ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന 3 പൊസിഷൻ കോർഡിനേറ്റും 4ാമത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കോർഡിനേറ്റ് വേണമെങ്കിലും ആകാം. പക്ഷേ 4ാമത്തെ കോർഡിനേറ്റ്
ടൈമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് 4 സ്പേസ് അഥവാ വേൾഡ് സ്പേസ്. അപ്പം നമ്മളൊരു 4 ഡയമെൻഷണൽ സ്പേസ് കൺസിഡർ ചെയ്യുന്നു. ആ 4 ഡയമെൻഷണൽ സ്പേസിലെ 4 കോർഡിനേറ്റ്സ് എന്ന് പറയുന്നതിൽ 3 പൊസിഷൻ കോർഡിനേറ്റും 1 ടൈം കോർഡിനേറ്റും ആണ് എങ്കിൽ, 4ാമത്തെ കോർഡിനേറ്റ് ടൈം കോർഡിനേറ്റ് ആണ് എങ്കിൽ ആ സ്പേസിനെ, ആ ഒരു കോർഡിനേറ്റ്സ് സ്പാൻ ചെയ്യുന്ന സ്പേസിനെ വിളിക്കുന്ന പേരാണ് വേൾഡ് സ്പേസ് അഥവാ 4 സ്പേസ്. എന്തെന്ന് വിളിക്കും? വേൾഡ് സ്പേസ് അഥവാ 4 സ്പേസ് എന്ന് വിളിക്കും. ICTയെ, അതായത് ICTയെ 4th കോർഡിനേറ്റായി എടുത്തിരിക്കുന്ന 4 സ്പേസിനെ വിളിക്കുന്ന പേരാണ് മിൻകോവ്സ്കി സ്പേസ്. മനസ്സിലായ? ICTയെ 4th കോർഡിനേറ്റായിട്ട് എടുത്തിരിക്കുന്ന സ്പേസിനെ വിളിക്കുന്ന പേരാണ് മിൻകോവ്സ്കി സ്പേസ് എന്ന് വിളിക്കും. ICTയെ 4th കോർഡിനേറ്റായിട്ട് എടുത്തിരിക്കുന്ന 4 സ്പേസിനെ വിളിക്കുന്ന പേരാണ് മിൻകോവ്സ്കി സ്പേസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം മിൻകോവ്സ്കി സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൻകോവ്സ്കി ഒരു 4 ഡയമെൻഷണൽ സ്പേസ് കൺസിഡർ ചെയ്തു. അതിൽ 3 പൊസിഷൻ കോർഡിനേറ്റും 4ാമത്തത് ICT ആണ്. ടൈം കോർഡിനേറ്റിനെ ICT എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ആ ICT എന്ന് റെപ്രസെൻറ്റ് ചെയ്ത ആ ഒരു സ്പേസ്, 4 കോർഡിനേറ്റുള്ള 4ാമത്തെ കോർഡിനേറ്റ് ICT ആയിട്ട് വരുന്ന ഒരു 4 ഡയമെൻഷണൽ സ്പേസിനെ വിളിക്കുന്ന പേരാണ് മിൻകോവ്സ്കി സ്പേസ്. അപ്പോൾ മിൻകോവ്സ്കി സ്പേസിൽ ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആ ഇവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എത്ര കോർഡിനേറ്റ് കാണും? 4 കോർഡിനേറ്റ് കാണും അല്ലേ? മിൻകോവ്സ്കി സ്പേസിൽ ഒരു ഇവൻറ്റ് നടന്നാൽ ആ ഇവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 4 കോർഡിനേറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഏതൊക്കെയായിരിക്കും ആ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്? XYZ, പിന്നെ 4ാമത്തെ കോർഡിനേറ്റായ ICT. ഓക്കെ, അപ്പം മിൻകോവ്സ്കി സ്പേസിൽ ഒരു ഇവൻറ്റ് നടന്നാൽ ആ ഇവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 4 കോർഡിനേറ്റ്സ് ആണുള്ളത്. X, Y, Z, ICT. ഇത്രയായിരിക്കും അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ICT എന്ന് പറയുന്നത് 4ാമത്തെ കോർഡിനേറ്റ് ആണ്. അപ്പം അതിനെ നമ്മൾ മിൻകോവ്സ്കി സ്പേസിൽ ഒരു ഇവൻറ്റിനെ നമ്മളൊരു പോയിൻ്റ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് വേൾഡ് പോയിൻ്റ്. അപ്പം മിൻകോവ്സ്കി സ്പേസിൽ ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആ ഇവൻറ്റിനെ നമ്മളൊരു പോയിൻ്റ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിത്ത് കോർഡിനേറ്റ്സ് XYZ, ICT, ആൻഡ് ദാറ്റ് പോയിൻ്റ് ഈസ് കോൾഡ് വേൾഡ് പോയിൻ്റ്. ഓക്കെ, ഇനി ഒരു പാർട്ടിക്കിളുടെ മോഷൻ മിൻകോവ്സ്കി സ്പേസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അപ്പം അതെന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ഇവൻ്റ് ആയിരിക്കും. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ T സമയത്ത് അതൊരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും. പിന്നെ അതെന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. ഒരു ഇവൻറ്റുകളുടെ ഒരു സീക്വൻസ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ലൈൻ, ആൻഡ് ദിസ് ലൈൻ ഈസ് കോൾഡ് വേൾഡ് ലൈൻ. അപ്പം മിൻകോവ്സ്കി സ്പേസിൽ ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈനിനെ വിളിക്കുന്ന ട്രാജക്ടറി ഓഫ് ദി ഇവൻറ്റ്. Trajectory of the motion is called world line. It corresponds to a line called world line. Okay, അപ്പം ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? ലൈൻ വെച്ചിട്ടായിരിക്കും. ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് വേൾഡ് ലൈൻ എന്ന്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ മിൻകോവ്സ്കി സ്പേസിൽ ഒരു പാർട്ടിക്കിളിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് എങ്ങനെയാണ് പാർട്ടിക്കിളിൻ്റെ മോഷനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 4 ഡയമെൻഷനും എന്തൊക്കെയായാലും കൺസിഡർ ചെയ്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 കോർഡിനേറ്റ്സ് നമ്മൾ എടുക്കുന്നു. ഒന്നെന്ന് പറയുന്നത് പൊസിഷൻ കോർഡിനേറ്റും, രണ്ടെന്ന് പറയുന്നത് ടൈം കോർഡിനേറ്റും. ബാക്കി 2 പൊസിഷൻ കോർഡിനേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നെന്ന് പറയുന്നത് X കോർഡിനേറ്റ് ആണ്. ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ ടു ദ സർഫസ്. ആൻഡ് അനദർ ഈസ് CT. ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു X ആക്സിസ്. X ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ്, അതെന്ന് പറയുന്ന ടൈം കോർഡിനേറ്റിൻ്റെ ആക്സിസ് ആണ്. അടുത്തതെന്ന് പറയുന്നത് അനദർ കോർഡിനേറ്റ് X. ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ ടു ദ സർഫസ്. സർഫസിന് ഹൊറിസോണ്ടലായിട്ട് X കോർഡിനേറ്റും കൺസിഡർ ചെയ്യുന്നു. നൗ സപ്പോസ് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി U. നമ്മുടെ കയ്യിലൊരു പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിൾ U വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ബൈ, ഇത് O ആണ്, ഒറിജിൻ ആണ്, ആൻഡ് ദിസ് ഇസ് A, ആൻഡ് ഇറ്റ്സ് ട്രാജക്ടറി ഈസ് റിപ്രസെൻറ്റഡ് ബൈ OA. ഓക്കെ, OA എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് സപ്പോസ് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ ആൽഫ. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ദ കോർഡിനേറ്റുമായിട്ട് ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് ഇറ്റ് സ്ലോപ്പ്? ഇതിൻ്റെ സ്ലോപ്പ് എത്രയായിരിക്കും? സ്ലോപ്പ് എന്ന് പറഞ്ഞ് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു dx ഡിവൈഡഡ് ബൈ C dt ആയിരിക്കും അല്ലേ? ഇസ് ഈക്വൽ ടു
ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി. ദാറ്റ് ഈസ് ഇവിടെ പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് എ വെലോസിറ്റി യു ആണ്, യു ബൈ സി. ദാറ്റ് ഈസ് സ്ലോപ്പ് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു, സ്ലോപ്പ് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു യു ബൈ സി എന്ന് കിട്ടും. ഓക്കെ, ഇനി മെറ്റീരിയൽ പാർട്ട്, അപ്പം നമ്മൾ ഒരു മിൻകോവ്സ്കി സ്പേസിൽ ഒരു പൊസിഷൻ കോർഡിനേറ്റും ടൈം കോർഡിനേറ്റ് അലോങ് പെർപെൻഡിക്കുലർ ടു ദി പൊസിഷൻ കോർഡിനേറ്റ് ആക്സിസ്, പൊസിഷൻ കോർഡിനേറ്റ് ആക്സിസിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ടൈം കോർഡിനേറ്റ് ആക്സിസും കൺസിഡർ ചെയ്യുന്നു. നൗ വി കൺസിഡർ ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് വെലോസിറ്റി യു വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലൈൻ ഒ എ ഇൻ ദ ഗ്രാഫിൽ ഒ എ എന്ന് പറയുന്ന ലൈനാണ് ഇറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ലൈൻ മേക്സ് ആൻ ആംഗിൾ ആൽഫ വിത്ത് കോർഡിനേറ്റ് ആക്സിസുമായിട്ട് ആൽഫ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതിനകത്ത് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. സ്ലോപ്പ് എന്ന് പറയുന്ന ഡി എക്സ് ബൈ സി ഡി ടി ആണ്, കാരണം ഇവിടുത്തെ ആക്സസ് എന്ന് പറയുന്നത് സി ഡി ടിക്ക് പകരം സി ഡി ടി എടുക്കണം. സോ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയാണ് യു ബൈ സി. ഇനി നമുക്കറിയാം ഒരു മെറ്റീരിയൽ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾവേസ് ലെസ് ദാൻ സി. വെലോസിറ്റി ഓഫ് ലൈറ്റിനെക്കാട്ടിലും കുറവായിരിക്കും ഒരു മെറ്റീരിയൽ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യു ഈസ് ലെസ് ദാൻ സി. യു എന്ന് പറയുന്ന ലെസ് ദാൻ സി ആയിരിക്കും. ദാറ്റ് മീൻസ് ആൽഫ ഈസ് ലെസ് ദാൻ, ദാറ്റ് മീൻസ് ആൽഫ ഈസ് ലെസ് ദാൻ 45. ആൽഫ എന്ന് പറയുന്നത് 45നേക്കാട്ടിലും താഴെയായിരിക്കും. ആൽഫ ഈസ് ലെസ് ദാൻ 45 ഡിഗ്രി. സോ എ മെറ്റീരിയൽ പാർട്ടിക്കിൾ ആൽഫ, ദ ആംഗിൾ ഇറ്റ് മേക്സ് വിത്ത് ദ കോർഡിനേറ്റ് ആക്സിസ് വിൽ ബി ലെസ് ദാൻ 45. 45ക്കാട്ടിനും താഴെയായിരിക്കും ഏതിന്? ഒരു പാർട്ടിക്കിൾ. അപ്പം ഫോർ മെറ്റീരിയൽ പാർട്ടിക്കിൾ ആൽഫ ഈസ് ലെസ് ദാൻ 45. ആൽഫ എന്ന് പറയുന്നത് 45 ഡിഗ്രിയെക്കാട്ടിലും താഴെയാണ്. ഇനി ഇഫ് ഫോർ എ ലൈറ്റ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോൺ ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, ഒരു ഫോട്ടോൺ ആകുമ്പോഴത്തേന് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സി ആയിരിക്കും. ദാറ്റ് ഈസ് ടാൻ ആൽഫ ഈക്വൽ ടു സി, യു ബൈ സി ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ടാൻ ആൽഫ 1 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ആൽഫ ഈക്വൽ ടു 45 ഡിഗ്രി. ദാറ്റ് ഈസ് it makes an angle 45 degree. That is the trajectory of the photons makes an angle, trajectory of the photons make an angle 45 degree with the coordinate axis. Coordinate axis ആയിട്ട് 45 degree make ചെയ്യും. Okay, it will be a straight line making an angle 45 degree with the coordinate axis. ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം നമ്മൾ ഫോട്ടോൺസ് ആണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി സിൻസ് ഇറ്റ്സ് സ്ലോപ്പ് ഈസ് യൂണിറ്റി ആയിരിക്കും സ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് പാർട്ടിക്കിൾസ് ലൈറ്റിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫോട്ടോൺസ് ആണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി. ഇനി നമുക്കറിയാം എന്താണ്, ഒരു മെറ്റീരിയൽ പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി ഒരിക്കലും എന്തിന് മുകളിലാവത്തില്ല? 45 ഡിഗ്രിയെക്കാട്ടിലും മുകളിലാവത്തില്ല. അപ്പോഴത്തേന് എപ്പോഴും പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 45. അതിൻ്റെ സ്ലോപ്പ് മേക്ക് ചെയ്യുന്ന മെറ്റീരിയൽ പാർട്ടിക്കിൾസിൻ്റെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ആൾവേസ് ലെസ് ദാൻ 45 ഡിഗ്രി. 45 ഡിഗ്രിയെക്കാട്ടിലും താഴെയുള്ള ആംഗിൾ ആയിരിക്കും അത് മേക്ക് ചെയ്യുന്നത്. അതായത് ആ ഒരു നമ്മളിപ്പോൾ 45 ഡിഗ്രിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്നുണ്ടെങ്കിൽ ഈ 45 ഡിഗ്രിയിൽ ഇതാണ് 45 ഡിഗ്രി ആംഗിൾ എന്ന് വെച്ചോ, ഇതാണ് 45 ഡിഗ്രിയിൽ ഇത് 45 ഡിഗ്രി ആണ് എങ്കിൽ ഇതിനുള്ളിലായിരിക്കും എന്തെന്ന് പറയുന്നത്, ഇതിനകത്തായിരിക്കും നമ്മുടെ മെറ്റീരിയൽ പാർട്ടിക്കിൾസിൻ്റെ മോഷൻ നടക്കുന്നത് ഇതിനുള്ളിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് മിൻകോവ്സ്കി സ്പേസിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് താഴോട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു ഒരു പാർട്ടിക്കിൾ ലൈറ്റിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രാജക്ടറി അഥവാ വേൾഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വിത്ത് സ്ലോപ്പ് യൂണിറ്റി. സ്ലോപ്പ് യൂണിറ്റി ആയിട്ടുള്ള ഒരു, അതായത് അത് കോർഡിനേറ്റ് ആക്സസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിട്ടുള്ള ഒരു എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് അതിൻ്റെ ട്രാജക്ടറി അഥവാ വേൾഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു മെറ്റീരിയൽ പാർട്ടിക്കിളും എന്ത് ചെയ്യത്തില്ല? ട്രാവൽസ് വിത്ത് വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ വേഗതയേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കത്തില്ല. സോ ദ വേൾഡ് ലൈൻ ക്യാൻ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ലൈറ്റ്. ലൈറ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും വേൾഡ് ലൈൻ ക്യാൻ നെവർ ഹാവ് എ സ്ലോപ്പ് ലെസ് ദാൻ
1നെക്കാട്ടിലും ചെറിയ ഒരു സ്ലോപ്പ് എന്തിന് കാണില്ല? മെറ്റീരിയൽ പാർട്ടിക്കിൾസിന് കാണത്തില്ല. സോ ദ മോഷൻ ഓഫ് എനി ഒബ്ജക്റ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദ വെഡ്ജ് ഷേപ്പ് ഓഫ് എനി വെഡ്ജ് ഷേപ്പ് റീജിയൻ ബൗണ്ടഡ് ബൈ 245 ഡിഗ്രി സ്ട്രെയിറ്റ് ലൈൻസ്. അതായത് സപ്പോസ് നമ്മുടെ കയ്യിലുള്ള പാർട്ടിക്കിൾ ഒരു ഫോട്ടോൺ ആണെന്ന് വെച്ചാൽ ആ ഫോട്ടോൺ മൂവ് ചെയ്യുന്നത് ഈ ഫോട്ടോൺ ആകുമ്പോഴത്തേന് അതിൻ്റെ വെലോസിറ്റി, ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. സോ ഇറ്റ് മേക്സ് 45 ഡിഗ്രി വിത്ത് ദ കോർഡിനേറ്റ് ആക്സിസ് ഓർ ഇറ്റ്സ് സ്ലോപ്പ് ഈസ് യൂണിറ്റി. സോ ഇതാണ് ആ ഫോട്ടോൺ മൂവ് ചെയ്യുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു ഫോട്ടോൺ മൂവ് ചെയ്യുന്ന ലൈനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കിടയിൽ ഒരു റീജിയൻ ഫോം ചെയ്തു. ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് വെഡ്ജ് ഷേപ്പ്. ഒരു വെഡ്ജ് ഷേപ്പ് ഫോം ചെയ്യും ഇല്ലേ? ഇവർക്കിടയിൽ ഒരു വെഡ്ജ് ഷേപ്പ് ഫോം ചെയ്യും. അപ്പം മെറ്റീരിയൽ പാർട്ടിക്കിൾസിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താവത്തില്ല, 1നെക്കാട്ടിലും ചെറുതാവത്തില്ല. 1നെക്കാട്ടിലും ചെറുതായി കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരും. മനസ്സിലായ? മെറ്റീരിയൽ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി ഒരിക്കലും 1നെക്കാട്ടിലും സ്ലോപ്പ് എന്ന് പറയുന്നത് 1നെക്കാട്ടിലും താഴെ ആവത്തില്ല. 1നെക്കാട്ടിലും താഴെയായാൽ അത് ഈ റീജിയനിൽ വരും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് മൂവ്സ് വിത്ത് വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ലൈറ്റ്. അതൊരിക്കലും നടക്കത്തില്ല. അപ്പം അതിൻ്റെ മെറ്റീരിയൽ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി എപ്പോഴും ലെസ് ദാൻ ആണ്. സോ അതെന്ത് ചെയ്യും? ഈ വെഡ്ജിനകത്തായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിലായിരിക്കും ആ ഒരു പാർട്ടിക്കിളിൻ്റെ സ്ലോപ്പ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? ഇനി നമ്മൾ വേൾഡ് ലൈനും നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്, മെറ്റീരിയൽ പാർട്ടിക്കിൾസ് എപ്പോഴും വെഡ്ജിനകത്തായിരിക്കുമെന്നും ഒക്കെ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സപ്പോസ് നമ്മുടെ കയ്യിൽ ഇപ്പം ഒരു പാർട്ടിക്കിൾ, ഒരു ഇവൻറ്റ് ഇൻ 4 സ്പേസ്, ഒരു 4 സ്പേസിൽ ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു പോയിൻ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരു മിൻകോവ്സ്കി സ്പേസിൽ അല്ലെങ്കിൽ 4 സ്പേസിൽ ഒരു ഇവൻറ്റ് നടന്നാൽ നമ്മൾ അതിനെ ഒരു പോയിന്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് വേൾഡ് പോയിന്റ്. ആൻഡ് ഇറ്റ് ഹാസ് ദ കോർഡിനേറ്റ് XYZ, ICT. ഇതാണ് അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ വെക്റ്റർ? അതിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് x² + y² + z² - c² t² ആയിരിക്കും അതിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സപ്പോസ് 2 ഇവൻറ്റ്സ് ആണ് നടക്കുന്നത് വിത്ത് ഒരു ഇവൻറ്റിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1 y1 z1 ct1 ആൻഡ് അനദർ ഇവൻറ്റ് x2 വിത്ത് കോർഡിനേറ്റ് x2 y2 z2 ആൻഡ് ct2 ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പം നമ്മൾ ഒരു വേൾഡ് മിൻകോവ്സ്കി സ്പേസിൽ ഒരു ഇവൻറ്റ് നടന്നാൽ അതിനെ നമ്മൾ ആൻ ഇവൻറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ പോയിൻറ്റ് വിത്ത് കോർഡിനേറ്റ് XYZ, ICT. Then its position vector with respect to the origin is x² + y² + z² - c² t². Okay, c² t². Any suppose there are 2 events with the coordinate x1 y1 z1 ct1 and x2 y2 z2 ct2. Then the change in the position coordinate is S12 square. S12 square is equal to x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square plus minus c square t2 square minus t1 square എന്നായിരിക്കും. ഓക്കെ, t2 square minus t1 square. that is നമ്മുടെ കയ്യിൽ ഒരു 4 ഡയമെൻഷണൽ വേൾഡിൽ അല്ലെങ്കിൽ മിൻകോവ്സ്കി സ്പേസിൽ 4 സ്പേസിൽ 2 ഇവൻറ്റ്സ് നടക്കുന്നു. ഒരു ഇവൻറ്റിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1 y1 z1 ct1 ആൻഡ് അടുത്തതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x2 y2 z2 ct2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചേഞ്ച് ഇൻ അല്ലെങ്കിൽ പൊസിഷൻ കോർഡിനേറ്റ്സ് is represented by S12 square is equal to x2 minus x1 square plus y2 minus y1 the whole square plus z2 minus z1 the whole square minus c square into
t2 square minus t1 square, t2 minus t1 the whole square, t2 minus t1 the whole square. And നമുക്കതിനെ ഈ x2 minus x1 the whole square, y2 minus y1 the whole square plus z2 minus z1 the whole square ഇത്രയും ടേമിനെയും കൂടെ ചേർത്ത് നമുക്ക് അതിനെ r12 സ്ക്വയർ എന്ന് എഴുതാം. r12 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, r12 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, s12 സ്ക്വയർ ഇസ് ഈക്വൽ ടു r12 സ്ക്വയർ മൈനസ് c സ്ക്വയർ ഇൻറ്റു t2 മൈനസ് t1 the ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ r12 സ്ക്വയർ എന്ന് പറയുന്നത് r12 സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ c സ്ക്വയർ t2 മൈനസ് t1 ദ ഹോൾ സ്ക്വയറിനെക്കാട്ടിലും കൂടുതലാണ്. ദാറ്റ് ഈസ് ദ പൊസിഷൻ വെക്ടറിൻ്റെ ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടർ ഗ്രേറ്റർ ദാൻ c സ്ക്വയർ ഇൻറ്റു t2 മൈനസ് t1 ദ ഹോൾ സ്ക്വയർ ആണ് എങ്കിൽ ഈ s12 സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? s12 സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 0. s12 സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 0. This means the interval is said to be space-like. ഇൻ്റർവെല്ലിനെ നമ്മൾ space-like event എന്നാണ് പറയുന്നത്. അതായത് the two events occurs at the same time or simultaneously. രണ്ട് ഇവൻസും സെയിം ടൈമിൽ അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ആയിട്ടായിരിക്കും ഒക്കർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് t2 മൈനസ് t1 ഈസ് ഈക്വൽ ടു 0. t2 മൈനസ് t1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0ക്ക് ഈക്വൽ ആയിരിക്കും. ആൻഡ് ആർ സെപ്പറേറ്റഡ് സ്പേഷ്യലി ഓൺലി. ഇപ്പോൾ ആ ഇവൻറ്റിനെ സ്പേഷ്യലായിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ ഇൻ്റർവെൽ ഈസ് ഇമാജിനറി. അവർക്കിടയിൽ ആ സ്പേഷ്യൽ സെപ്പറേഷൻ ഉണ്ടായിരിക്കും ആ ഇവൻറ്റ്സിന് തമ്മിൽ. പക്ഷേ ആ ഇവൻറ്റ്സ് ഉണ്ടായതിൻ്റെ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമാജിനറി ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. അതായത് ദ ഇവൻറ്റ് മേ ഒക്കർ അറ്റ് ദ സെയിം ടൈം ഓർ സൈമൾട്ടേനിയസ്ലി അല്ലെങ്കിൽ സെയിം ടൈമിലായിരിക്കും ഒക്കർ ചെയ്യുന്നത്. ഏതാണ് ആദ്യം ഉണ്ടായത് അല്ലെങ്കിൽ ഏതാണ് രണ്ടാമതുണ്ടായതെന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ടായിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് ലൈക്ക് ഇൻ്റർവെൽ എന്ന്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് ലൈക്ക് ഇൻ്റർവെൽ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ c സ്ക്വയർ ഇൻറ്റു t2 മൈനസ് t1 ദ ഹോൾ സ്ക്വയർ r12 സ്ക്വയറിനെക്കാട്ടിലും കൂടുതലാണ് എങ്കിൽ എന്തായി മാറും? s12 സ്ക്വയർ ഈസ് ലെസ് ദാൻ 0 അല്ലേ? r12 സ്ക്വയർ c സ്ക്വയർ ഇൻറ്റു t2 മൈനസ് t1 ദ ഹോൾ സ്ക്വയറിനെക്കാട്ടിലും ചെറുതാകുന്നു. r12 അതായത് പൊസിഷൻ കോർഡിനേറ്റിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് ടൈം കോർഡിനേറ്റിനെക്കാട്ടിലും കുറവാണ് എങ്കിൽ എന്ത് സംഭവിക്കും? s12 സ്ക്വയർ എന്നൊരു സ്ക്വയർ ഓഫ് ദി ഇൻ്റർവെൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് s12 സ്ക്വയർ ഈസ് ലെസ് ദാൻ 0. ഇവിടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഇമാജിനറി ആണ് ആൻഡ് സെഡ് ടു ബി ടൈം ലൈക്ക്. ഇവിടുത്തെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് അതായത് പൊസിഷൻ കോർഡിനേറ്റിൽ അതായത് ഇവൻ്റ് ഒക്കർ ചെയ്തത് എന്ന് പറയുന്നത് ഇമാജിനറി ആണ്. അതായത് ടു ഇവൻ്റ് ഒക്കർ അറ്റ് ദ സെയിം പ്ലേസ് ആൻഡ് സെപ്പറേറ്റഡ് ഓൺലി ടെമ്പോറലി. അതായത് ഈ ഇവൻ്റ് ഒക്കർ ചെയ്യുന്നത് സിംഗിൾ പോയിന്റിലായിരിക്കും, ഒരൊറ്റ പോയിന്റിലായിരിക്കും ഈ ഇവൻ്റ് ഒക്കർ ചെയ്യുന്നത്. പക്ഷേ അതെന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? ടൈം ഇൻ്റർവെല്ലാണ്. ആ ഇവൻ്റ് ഒക്കർ ചെയ്യുന്നത് സെയിം പോയിന്റിലാണ്, പക്ഷേ ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും ഉണ്ടാകുന്നത്. For time-like interval, the time separation between the two events is more than the time taken by light in covering the distance between them. ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ടൈം ലൈക്ക് ഇൻ്റർവെൽ എന്ന്. ഇതിനെ വിളിക്കുന്ന പേരാണ് ടൈം ലൈക്ക് ഇൻ്റർവെൽ. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്പേസ് ലൈക്ക് ഇൻ്റർവെൽ. സ്പേസ് ലൈക്ക് ഇൻ്റർവെല്ലിൽ സ്പേസ് കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ടൈം കോർഡിനേറ്റിൻ്റെ ഡിഫറൻസിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ദ ടു ഇവൻറ്റ്സ് occur at same time or simultaneously and are separated spatially only. രണ്ട് ഇവൻറ്റ്സ് രണ്ട് സ്ഥലത്തായിരിക്കും ഒക്കർ ചെയ്യുന്നത്, but it occurs at the same time or simultaneously. It is very difficult to distinguish whether which one is formed occurs first. ഏതാണ് ആദ്യം ഉണ്ടാകുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ടൈം ലൈക്ക് ഇൻ്റർവെൽ ആണ്. അവിടെ r12 സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ c സ്ക്വയർ t2 മൈനസ് t1 ദ ഹോൾ സ്ക്വയറിന് ആയിരിക്കും. ദാറ്റ് ഈസ് s12 സ്ക്വയർ എന്ന് പറയുന്നത് ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് ടു ഇവൻറ്റ്സ് ഒക്കർ അറ്റ് ദ സെയിം പ്ലേസ്. രണ്ട് ഇവൻറ്റ്സും ഒരൊറ്റ സിംഗിൾ പോയിന്റിലായിരിക്കും ഒക്കർ ചെയ്യുന്നത്, ബട്ട് അറ്റ് ഡിഫറെൻറ്റ് ടൈം. ഡിഫറെൻറ്റ് ടെമ്പോറലി ദേ ആർ സെപ്പറേറ്റഡ് ബൈ ടെമ്പോറലി. ടൈം എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് if the interval s12 equal to 0, s12 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? s12 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? r12 സ്ക്വയർ ഇസ് ഈക്വൽ ടു r12 സ്ക്വയർ ഇസ് ഈക്വൽ ടു
c² ഇൻറ്റു T2 മൈനസ് T1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. R12² ഇസ് ഈക്വൽ ടു c² ഇൻറ്റു T2 മൈനസ് T1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് the event is light like interval ആയിരിക്കും. that is it is said to be singular ആയിരിക്കും. okay, singular or light like ആയിരിക്കും. okay, in light like interval the particles travels with the speed of lightന്റെ വേഗതയിലായിരിക്കും പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വേൾഡ് ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വിത്ത് സ്ലോപ്പ് 1. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ മോഷൻ ഓഫ് എനി ഒബ്ജക്റ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ദ വെഡ്ജ് ഷേപ്ഡ് റീജിയൻ. അപ്പോൾ അതായത് മോഷൻ ഓഫ് എനി ഒബ്ജക്റ്റ്, ഏതൊരു ഒബ്ജക്റ്റ് ആയാലും അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയനിൽ നമ്മൾ എന്ത് ചെയ്യും? റെസ്ട്രിക്റ്റ് ചെയ്യും. റെസ്ട്രിക്റ്റഡ് വിത്ത് 45 ഡിഗ്രി വേൾഡ് ലൈൻ വെച്ചിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യും. ഈ വേൾഡ് ലൈന് നമ്മൾ 2 വേൾഡ് ലൈൻ കൺസിഡർ ചെയ്യുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് വേൾഡ് ലൈൻ, ദിസ് വൺ ഈസ് ദ ഫസ്റ്റ് വേൾഡ് ലൈൻ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് വേൾഡ് ലൈൻ. ദിസ് വേൾഡ് ലൈൻ ഡിവൈഡ്സ് ദ മിൻകോവ്സ്കി സ്പേസ്. മിൻകോവ്സ്കി സ്പേസിനെ പ്രധാനമായിട്ടും 3 തരംതിരിക്കുന്നത്. മിൻകോവ്സ്കി സ്പേസിനെ പ്രധാനമായിട്ടും 3 തരംതിരിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ദ ഫ്യൂച്ചർ. ഫസ്റ്റ് വൺ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഇവൻ്റ് അറ്റ് ദ ഒറിജിൻ. ഇതാണ് അതിൻ്റെ ഒറിജിൻ. ഈ ഒറിജിനിൽ നടക്കുന്ന ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഫ്യൂച്ചർ നടക്കുന്നത്, ഫ്യൂച്ചർ കോണ് നടക്കുന്നത്. ഇതാണ് ഫ്യൂച്ചർ ലൈറ്റ് കോണ്. നെക്സ്റ്റ് അടുത്തത് ദ പാസ്റ്റ് വിച്ച് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഇവൻ്റ് അറ്റ് ദ ഒറിജിൻ. ഇതാണ് പാസ്റ്റ് കോണ്, ഇത് ഫ്യൂച്ചർ കോണ്, ഇത് പ്രസൻറ്റ് കോണ്. വെഡ്ജിന് വെളിയിലുള്ളത് പ്രസൻറ്റ് സിറ്റുവേഷൻ ആണ്. വെഡ്ജിനകത്തുള്ള ഫോർവേഡ് കോണിനെ നമ്മൾ ഫ്യൂച്ചർ എന്നും ബാക്ക്വേഡ് വെഡ്ജിനെ നമ്മൾ എന്തെന്നും വിളിക്കും? പാസ്റ്റ് എന്നും വിളിക്കും. അപ്പം പാസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റിന് നമ്മുടെ ഈ സെൻറ്ററിൽ നടക്കുന്ന ഈ ഒറിജിനിൽ നടക്കുന്ന ഇവൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദ പാസ്റ്റ് വിച്ച് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഇവൻ്റ് അറ്റ് ദ ഒറിജിൻ. ഇനി ഈ ഒറിജിനിൽ നടക്കുന്ന ഇവൻറ്റ്, ഇവിടെ ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും ഫ്യൂച്ചർ വർക്കൗട്ട് ചെയ്യുന്നത്. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ റീജിയൻ ഔട്ട്സൈഡ് ദ വെഡ്ജിന് ഔട്ട്സൈഡുള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് പ്രസൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രസൻറ്റ് എന്ന് പറയുന്നത് റീജിയണൽ ഔട്ട്സൈഡ് ദ വെഡ്ജാണ്. ഓക്കെ, ഇനി ഈ കാണിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റ് ലൈക്ക്, ടൈം ലൈക്ക് ആൻഡ് സ്പേസ് ലൈക്ക് ഇവൻറ്റ്സ് ആണ്. സ്പേസ് ലൈക്ക് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റ് ലൈഫിൽ ഉള്ളതാണ് സ്പേസ് ലൈക്ക്. അതായത് അതിനിടയിൽ നടക്കുന്ന ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ടെമ്പോറലി അവർക്കിടയിൽ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എന്താണ്? 0 ആയിരിക്കും. ദാറ്റ് ഈസ് ദേ ആർ സെപ്പറേറ്റഡ് സ്പേഷ്യലി. the events are separated spatially. They occur at the same ടൈമിലാണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ സ്പേസ് ലൈക്ക്. ടൈം ലൈക്ക് എന്ന് പറഞ്ഞത് എപ്പോഴാണ്? Δa² ലെസ് ദാൻ, ദാറ്റ് ഈസ് പൊസിഷൻ കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ടൈം കോർഡിനേറ്റിൻ്റെ ഡിഫറൻസിനെക്കാട്ടിലും ചെറുതായിരിക്കുമ്പോൾ, ദാറ്റ് ഈസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ലെസ് ദാൻ 0യെക്കാട്ടിലും ചെറുതായിരിക്കും. എന്താടാ? ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0യെക്കാട്ടിലും ചെറുതായിരിക്കും. സോ അതിനെ വിളിക്കുന്ന പേരാണ് ടൈം ലൈക്ക് ഇൻ്റർവെൽ. ദാറ്റ് ഈസ് ദ ടൈം ഡിഫറൻസ് ഈസ് നിയർലി 0. ടൈം ഡിഫറൻസ് എന്ന് ദ ഇവൻ്റ് ഒക്കർ അറ്റ് ദ സെയിം പോയിന്റ്. ഒരൊറ്റ പോയിന്റിലായിരിക്കും ഇവൻ്റ് ഒക്കർ ചെയ്യുന്നത്. ബട്ട് they are separated temporally ആണ് അവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് S12 എന്ന് പറയുന്നത് 0 ആകുന്ന കണ്ടീഷനിലാണ് ലൈറ്റ് ലൈക്ക് ഇവൻ്റ് ഉണ്ടാകുന്നത്. S12² 0 ആകുമ്പോഴത്തേന് R12² ഈക്വൽ ടു c² ഇൻറ്റു T2 മൈനസ് T1 ദ ഹോൾ സ്ക്വയർ ആകും. ദാറ്റ് ഈസ് അതാണ് ലൈറ്റ് ലൈക്ക് ഇവൻ്റ് എന്ന് പറയുന്നത്. G എന്ന് പറയുന്ന പോയിന്റ്, R എന്ന് പറയുന്ന പോയിന്റും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലൈറ്റ് ലൈക്ക് ഇവൻറ്റ്സിനെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മുടെ വേൾഡ് ലൈൻ, മിൻകോവ്സ്കി സ്പേസിനെ വേൾഡ് ലൈൻ ഓഫ് എ ഫോട്ടോൺ, ഒരു ഫോട്ടോണിൻ്റെ വേൾഡ് ലൈൻ മിൻകോവ്സ്കി സ്പേസിനെ 2 വെഡ്ജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫോർവേഡ് വെഡ്ജും ബാക്ക്വേഡ് വെഡ്ജും. ഫോർവേഡ് വെഡ്ജിനെ നമ്മുടെ ഫ്യൂച്ചറായിട്ടും ബാക്ക്വേഡ് വെഡ്ജിനെ പാസ്റ്റായിട്ടും കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഒറിജിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? നമ്മുടെ ഫ്യൂച്ചറിനെയും പാസ്റ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വെഡ്ജിന് ഔട്ട്സൈഡുള്ള റീജിയനാണ് പ്രസൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് എക്സ് ആക്സസും
ടൈം കോർഡിനേറ്റ് മാത്രമേ ഈ വെഡ്ജിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. നമ്മളിവിടെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു എക്സ് ആക്സസും എടുത്ത് പിന്നെ എന്തും എടുത്ത് ഒരു ടൈം ആക്സസും എടുത്ത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു ഫോർവേഡ് വെഡ്ജും ബാക്ക്വേർഡ് വെഡ്ജും കിട്ടി. ഇനി ഞാൻ വൈ ആക്സസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെഡ്ജ് എന്തായിട്ട് മാറും? ഒരു കോണായിട്ട് മാറും. അതാണ് ഈ വരച്ച് വെച്ചേക്കുന്ന കോണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇസഡ് ആക്സസും കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മൊത്തം എത്ര ആക്സസ് ആയി? X3 ആക്സസ് എക്സ് വൈ ഇസഡ്. ദെൻ ദ വെഡ്ജ് വിൽ ബിക്കം ഹൈപ്പർ കോണായി മാറും. ഹൈപ്പർ കോണായിട്ട് മാറും. മനസ്സിലായി? എക്സും വൈയും ഇസഡും പിന്നെ എന്തായിട്ട് വരും? ടി കോർഡിനേറ്റും കൂടെ വരുമ്പോൾ ഇറ്റ് വിൽ ബി എ ഹൈപ്പർ കോൺസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? മിൻകോവ്സ്കി സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മിൻകോവ്സ്കി സ്പേസിൽ അല്ലെങ്കിൽ 4 സ്പേസിൽ ഒരു ഇവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് 4 കോർഡിനേറ്റ്സ് വേണം അല്ലേ? ഒരു ഇവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 കോർഡിനേറ്റ്സ് വേണം. ഈ 4 കോർഡിനേറ്റ്സ് ആയ എക്സ് വൈ ഇസഡ് ICT ഇതിനെ വിളിക്കുന്ന പേരാണ് 4 വെക്റ്റേഴ്സ് എന്ന്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? 4 വെക്റ്റേഴ്സ്. അതെന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.